കോൺഗ്രസിന്റെ ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിനെതിരെ ആഞ്ഞടിച്ച് ദീപിക മുഖപ്രസംഗം. ലക്ഷ്യം ഇസ്ലാമിക റിപ്പബ്ലിക്കാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ ജമാഅത്ത് ഇസ്ലാമിയെ വെളുപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചു എന്ന് മലയാളികളെ കോൺഗ്രസ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. ശ്രീ നാസർ കോളായി, സമസ്ത ജമാഅത്ത് ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. അതിന് പിറകെയാണിപ്പോൾ കത്തോലിക്ക സഭയുടെ പത്രമായ ദീപിക ജമാഅത്ത് ഇസ്ലാമിക്ക് എതിരായി രംഗത്ത് വരുന്നത്, കോൺഗ്രസ് ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിനെതിരെ മുഖപ്രസംഗം എഴുതുന്നത്. ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യരെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരു കൂട്ടുകെട്ടായി കോൺഗ്രസ് ജമാഅത്ത് കൂട്ടുകെട്ട് മാറുന്നു എന്നതാണ്. മതരാഷ്ട്രവാദം തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്ന് ജമാഅത്ത് ഇസ്ലാമി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. പക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അവരതൊക്കെ എന്നേ ഉപേക്ഷിച്ചു എന്നാണ്. പക്ഷേ അതിനെ ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കുന്നുമില്ല. വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ഈ കൂട്ടുകെട്ട് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ശ്രീ നാസർ കോളായി, ദീപിക പത്രം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ദീപിക എടുത്ത നിലപാടിന് സ്വാഗതം ചെയ്യുന്നു. കാരണം അവരൊരു നല്ല നിലപാടെടുത്തു. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പഴയ നിലപാടിൽ നിന്ന് മാറി എന്ന് വി ഡി സതീശൻ പറഞ്ഞതായിട്ട് ഇപ്പോൾ അവിടെ സൂചിപ്പിച്ചല്ലോ. ഏതർത്ഥത്തിലാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? എപ്പോഴാണ് അവര് നിലപാട് മാറ്റിയിട്ടുള്ളത്? അവര് ഒരുപാട് സംഘടനകളുടെ ലേബലിൽ വന്നവരാണ്. നേരത്തെ നമുക്കറിയാം സിമി എന്ന് പറയുന്നത് അവരുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു. ഇസ്ലാമിന്റെ മോചനം ഇന്ത്യയിലൂടെ എന്നുള്ള ഒരു തീവ്രമായ മുദ്രാവാക്യം അവർ ഉയർത്തിയപ്പോൾ RSS ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്ന ഒരു മറുമുദ്രാവാക്യം ഉയർത്തി കേരളം ഇന്ത്യ ഒരു വർഗീയ മേഖലയിലേക്ക് കടന്നു പോകുമ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ ഏറ്റവും പ്രസിദ്ധമായ മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം എന്ന മുദ്രാവാക്യം വന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരവുമായി ഇവരുടെ ഒരു വിദ്യാർത്ഥി സംഘടന ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ കരിപ്പൂർ എയർപോർട്ടിലേക്ക് അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. സത്യത്തിൽ എയർപോർട്ടിലേക്കല്ല മാർച്ച് നടത്തേണ്ടത്, കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്കാണ് മാർച്ച് നടത്തേണ്ടത്. അത് പോകട്ടെ. ആ മാർച്ചിൽ അവർ ഉയർത്തിപ്പിടിച്ചത് ആരുടെ ചിത്രമാണ്? ഒന്ന് അസനുൽ ബന്നയുടെയും മറ്റൊരു ചിത്രം സയ്യിദ് കുത്തുബിന്റെയും ചിത്രം. ഇപ്പൊ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമരം നടത്തും. കമ്മ്യൂണിസ്റ്റുകാർ സമരം നടത്തുമ്പോൾ കാർൽ മാർക്സിന്റെയോ എംഗൽസിന്റെയോ പോകട്ടെ, പിണറായിയുടെയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെയോ നേതാക്കളുടെയോ ചിത്രം കൊടുക്കും. കോൺഗ്രസോ മുസ്ലിം ലീഗോ സമരങ്ങളിൽ അവരുടെ നേതാക്കന്മാരുടെ ചിത്രം കൊടുക്കും. എന്നാൽ വളരെ വ്യക്തമായി സയ്യിദ് കുത്തുബിന്റെയും അസനുൽ ബന്നയുടെയും ചിത്രം പിടിച്ചുകൊണ്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയത്. ആരാണ് സയ്യിദ് കുത്തുബ്? ആരാണ് അസനുൽ ബന്ന? കമ്മ്യൂണിസ്റ്റുകാർ പറയണ്ട. ലോക മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയും അറബ് രാജ്യങ്ങളിൽ എവിടെയും അസനുൽ ബന്നയുടെ ചിത്രമോ സയ്യിദ് കുത്തുബിന്റെ ചിത്രമോ പ്രദർശിപ്പിക്കാൻ കഴിയില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി ധൈര്യം ഉണ്ടെങ്കിൽ അവർക്ക് അല്പം സ്വാധീനമുള്ള ഖത്തറിൽ ഒന്ന് പ്രദർശിപ്പിക്കട്ടെ. സയ്യിദ് കുത്തുബിനെതിരെ അസനുൽ ബന്നക്കെതിരെ ഒരു വാക്ക് അവർ സംസാരിക്കട്ടെ. അൻവർ സാദത്തിനെതിരെയുള്ള ജമാൽ അബ്ദുൽ നാസറിനെതിരെയുള്ള വധശ്രമത്തിന്റെ പേരിൽ തൂക്കിക്കൊല്ലപ്പെട്ടവന്റെ പേരാണ് അസനുൽ ബന്ന. ലോകത്തെ മുസ്ലിം തീവ്രവാദത്തിനുള്ള എല്ലാ ആശയങ്ങളും സംഭാവന ചെയ്തിട്ടുള്ളത് ഈ രണ്ടുപേരാണ്. ISIS-നും അതുപോലെ അഫ്ഗാനിലെ താലിബാനും എല്ലാം ആശയം സംഭാവന ചെയ്തത് ഇവരുടെ ആശയങ്ങളാണ്. ആ ആശയത്തിന്റെ വക്താക്കളായ രണ്ടുപേരുടെ ചിത്രം പിടിക്കേണ്ട എന്താവശ്യമുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്? ഇവർ ഈ മുദ്രാവാക്യമോ ഈ ചിത്രമോ അറബ് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ പോയി പിടിച്ചത് ഓർമ്മയുണ്ടാവും, തലയുണ്ടാവില്ല. ഉടലിൽ തല വെട്ടും. രാജ്യദ്രോഹ കുറ്റത്തിന്, ഭീകരവാദ പ്രവർത്തനത്തിന് ഇവരുടെ ചിത്രം പ്രദർശിപ്പിച്ചാൽ ആ രാജ്യങ്ങളിൽ ഭീകരവാദ പ്രവർത്തനത്തിനാണ് കേസെടുക്കുക. ഭീകരവാദത്തിന് പിടിച്ചാൽ അവിടെ തൂക്കിക്കൊല്ലിയോ വെടിവെച്ചൊല്ലിയോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി. ആ ഭീകരവാദികളുടെ ചിത്രം, അതേ ഭീകരവാദികളുടെ ചിത്രം പിടിച്ച് ഈ വർത്തമാനകാലത്ത് 4-5 മാസം മുമ്പ് വരെ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികളല്ല എന്ന് പറയേണ്ട ഗതികേട് എന്തുകൊണ്ടാണ് വി ഡി സതീശനുണ്ടായത്? കയ്യിൽ കിട്ടുന്ന ഏത് തീവ്രവാദികളെയും കൂട്ടിച്ചേർത്താലേ അവർക്ക് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ. മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൽ ഇരുട്ടിന്റെ മറവിൽ ദാവൂദ് മുസ്ലിം മനസ്സുകളിൽ വർഗീയ വിഷം വമിപ്പിക്കുകയാണ്, വർഗീയ വിഷബോംബിടുകയാണ്. അങ്ങനെ മുസ്ലിങ്ങളെ വർഗീയമായി വേർതിരിക്കണം. ആ ജോലി ആരേറ്റെടുക്കും? ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുക്കും. ഇതേ ജമാഅത്തെ ഇസ്ലാമി RSS-മായി ഡൽഹിയിലും കേരളത്തിലും അടക്കം നടത്തിയ ചർച്ച അവരുടെ പത്രമായ പ്രബോധനത്തിൽ വരുന്നു. ആ പ്രബോധനത്തിൽ പറയുന്ന വാചകം എന്താണ്? മുസ്ലിങ്ങളെ കുറിച്ച് RSS-നുള്ള
തെറ്റിദ്ധാരണ ഞങ്ങൾ നീക്കിക്കൊടുക്കും. ആർക്കാണ് വാഗ്ദാനം കൊടുക്കുന്നത്? RSSന് വാഗ്ദാനമില്ല. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, ഗവർണറായിരുന്നു, ഇപ്പോഴും സജീവമായിട്ടുള്ളത്. എന്റെ നാടിനടുത്താണ് ചേന്നമംഗലൂർ. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈറ്റില്ലവും പോറ്റില്ലവും എന്ന് വേണമെങ്കിലൊക്കെ പറയാം. അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വാർത്തകൾ കത്തിച്ചു കളഞ്ഞുവെന്നും RSSനെതിരെയുള്ള വാർത്തകൾ മാത്രം പ്രചരിപ്പിച്ചുവെന്നും ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന എന്ന് പറഞ്ഞ ഒ അബ്ദുറഹ്മാൻ സാഹിബിന്റെ നാടുകൂടിയാണ് ചേന്നമംഗലൂർ. ഒ അബ്ദുറഹ്മാൻ സാഹിബിന്റെ എല്ലാ പരിപാടിയിലും, ജമാഅത്തെ ഇസ്ലാമിയുടെ ചേന്നമംഗലൂരിലെ എല്ലാ പരിപാടിയിലും മുഖ്യ അതിഥി ശ്രീധരൻപിള്ളയാണ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിന് വളമാണ്. ഇവര് പരസ്പര പൂരിതമാണ്. ആ BJPയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ഒരുമിച്ച് സഖ്യവുമായി മുന്നോട്ട് പോകുന്നവരാണ് UDF. കോലീബി സഖ്യം നമുക്ക് നേരത്തെ അറിയാം. ഇവിടെ മുസ്ലിം ലീഗിനെ കൂടി വർഗീയവൽക്കരിച്ചു. ആ വർഗീയവൽക്കരിക്കാനുള്ള അവസരം കോൺഗ്രസും കൂടി ഉണ്ടാക്കി കൊടുത്തു. മുസ്ലിം ലീഗ് മതം പറഞ്ഞ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണ്, മതത്തെ ദുരുപയോഗപ്പെടുത്തുന്നവരാണ്. പക്ഷെ മുസ്ലിം ലീഗ് ഒരിക്കലും മതരാഷ്ട്രവാദം പറഞ്ഞുവെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗിനെ നമ്മൾ ഇന്നലെ വരെ വർഗീയവാദികൾ എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ നാളെ മുസ്ലിം ലീഗിനെ വർഗീയവാദികൾ എന്ന് വിളിക്കേണ്ടി വരുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിയിൽ ഉയരുന്ന തീരുമാനങ്ങൾ മുസ്ലിം ലീഗിനെ കൊണ്ട് പോലും ഈ കേരളത്തിൽ നടത്തിക്കുകയാണ്.